ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുസ്തക വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ശിവപുരാണത്തിലെ അവസാനത്തെയും മൂന്നാമത്തെയും പുസ്തകമായിട്ടുള്ള വായുപുത്രന്മാരുടെ ശപഥത്തിനെ കുറിച്ചാണ്. ശിവന്റെ ബാല്യകാലത്തെ ഒരു ഓർമ്മ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു പുസ്തകം ആരംഭിക്കുന്നത്. തൻ്റെ അമ്മാവനായ മനോബുവിനെ പക്രതികൾ എന്ന ശത്രുക്കൾ വധിക്കുന്നതും അതിൻ്റെ പ്രതികാരം എന്നോണം ശിവൻ അവരുടെ തലയറുക്കുകയും ചെയ്യുന്നതും ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്ന ബൃഹസ്പതിയുമായുള്ള കൂടിക്കാഴ്ചയാണ്. സോമരസം തിന്മയായി മാറിയെന്നും അതിനെക്കുറിച്ച് ദക്ഷനോടും ഭൃഗുമഹർഷിയോടും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അവർ അത് മുഖവിലേക്ക് എടുത്തില്ല എന്നും ബൃഹസ്പതി ശിവനോട് പറയുന്നുണ്ട്. വായുപുത്രന്മാരും ഇതിനോട് യോജിച്ചില്ല. എന്നാൽ സോമരസത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായി ബൃഹസ്പതി സ്വയം മരിച്ചുവെന്ന് വരുത്തി തീർക്കുകയും സോമരസ നിർമ്മാണ കേന്ദ്രമായിട്ടുള്ള മന്ദരപർവ്വതത്തിനെ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. സത്യമെല്ലാം അറിയുന്ന ശിവൻ ഞെട്ടുന്നുണ്ടെങ്കിലും കൂട്ടുകാരൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കണോ വേണ്ടയോ എന്ന സംശയവും ഉണ്ടാവുന്നുണ്ട്. നാഗന്മാരുടെ വൈരുദ്ധ്യത്തിനും ബ്രങ്കയിലെ ജനങ്ങളുടെ രോഗത്തിനും സരസ്വതി നദിയുടെ നാശത്തിനും സോമരസമാണ് കാരണമാകുന്നതെന്നും ബൃഹസ്പതി ശിവനോട് പറയുന്നുണ്ട്. ഒപ്പം മെലുഹയിലെ ജനങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാത്തതിൻ്റെ കാരണവും സോമരസമാണെന്ന് ബൃഹസ്പതി പറയുന്നു. ഇതെല്ലാം സത്യമാണോ എന്നറിയാൻ ശിവൻ വാസുദേവ ഗോത്രത്തിലെ മുഖ്യനായ ഗോപാലുമായി കൂടിക്കാഴ്ച നടത്തുകയും ബൃഹസ്പതി പറഞ്ഞത് ശരിയാണെന്ന് ഗോപാൽ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. സോമരസം പണ്ടൊരു നല്ല കാര്യമായിരുന്നെന്നും ഇപ്പോൾ അതൊരു തിന്മയായി മാറിക്കഴിഞ്ഞെന്നും ഗോപാൽ പറയുന്നു. സോമരസം എന്ന തിന്മയെ നശിപ്പിക്കലാണ് നീലകണ്ഠന്റെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ശിവൻ മനസ്സിലാക്കുന്നുണ്ട്. വാസുദേവ ഗോത്രം എന്നത് ഭഗവാൻ വിഷ്ണുവിന്റെ ഗോത്രമാണെന്നും നീലകണ്ഠനെ സഹായിക്കലാണ് അവരുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് എന്നും കഥയിൽ പറയുന്നുണ്ട്. മുൻപത്തെ മഹാദേവനായിട്ടുള്ള രുദ്രഭഗവാനും ഒരു ഗോത്രത്തെ അവശേഷിപ്പിച്ചിട്ടുണ്ടെന്നും വായുപുത്രന്മാർ എന്നാണ് അവർ അറിയപ്പെടുന്നതെന്നും ഇതിൽ പറയുന്നുണ്ട്. തിന്മയെ നശിപ്പിക്കാനായി നീലകണ്ഠനെ വളർത്തിക്കൊണ്ടുവരേണ്ടത് അവരുടെ കടമയായിരുന്നെന്ന് പറയുന്നു. എന്നാൽ തിന്മ ഉണ്ടായി എന്ന് വിശ്വസിക്കാതെ അവരൊരു നീലകണ്ഠനെ തിരഞ്ഞെടുത്തിരുന്നില്ല. അതിനാൽ ശിവനെ അവർ അംഗീകരിക്കുന്നില്ല എന്നും ശിവൻ മനസ്സിലാക്കുന്നുണ്ട്. വാസുദേവന്മാരെ ഉപയോഗിച്ച് മെലുഹയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും സോമരസം ഉപയോഗിക്കരുതെന്നും അതിൻ്റെ തിന്മകളെക്കുറിച്ചും പറയുന്ന ഒരു കുറിപ്പ് ശിവൻ പതിപ്പിക്കുന്നു. മറിച്ചാണെങ്കിൽ അവർ ശിവന്റെ ശത്രുവായി തീരുമെന്നും താക്കീത് നൽകുന്നുണ്ട്. ദക്ഷനും ഭൃഗുവും ഇത് ശരിക്കുമുള്ള നീലകണ്ഠനല്ല പതിപ്പിച്ചതെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ദക്ഷനും ഭൃഗുവും സോമരസം നശിപ്പിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ശിവൻ അവിടെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നുണ്ട്. ശിവന്റെ സൈന്യം പല രാജ്യങ്ങളെയും പിടിച്ചടക്കുകയും മെലൂഹയെ തടവിലാക്കിയാൽ പിന്നെ സോമരസം ഇല്ലാതാക്കാമെന്ന് ശിവൻ കരുതുന്നു. സ്വന്തം രാജ്യത്തോട് ചെയ്യേണ്ട ധർമ്മം പാലിക്കാനായി മെലൂഹയോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യാൻ സമ്മതിക്കണമെന്ന് പർവ്വതേശ്വരൻ ശിവനോട് അപേക്ഷിക്കുന്നുണ്ട്. ആദ്യം ശിവൻ പർവ്വതേശ്വരനെ പോകാൻ സമ്മതിക്കാതെ തടവിലിടാൻ പറയുന്നുണ്ടെങ്കിലും പിന്നീട് പോകാൻ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. പർവ്വതേശ്വരനോടൊപ്പം ആനന്ദമയിയും മെലൂഹയിലേക്ക് പോകുന്നു. കാർത്തികേയന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യവും ഗണേശന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യവും പിന്നെ ശിവന്റെ നേതൃത്വത്തിൽ മറ്റൊരു സൈന്യവുമായി തിരിഞ്ഞാണ് അവർ യുദ്ധം ചെയ്യുന്നത്. കാർത്തികേയൻ ഒരുപാട് പേരെ വധിച്ച് താൻ ഏറ്റെടുത്ത ദൗത്യം വിജയിപ്പിച്ച് കപ്പൽ വഴി ഗണേശനടുത്തേക്ക് പോകുന്നുണ്ട്. സതിയുടെ സൈന്യം മെലുഹയുടെ പുറത്ത് ശിവന്റെ മറ്റുള്ള സൈന്യവുമായി ഒന്നിച്ചു ചേർന്ന് പോരാടാനായി കാത്തുകിടക്കുന്നുണ്ട്. അതേസമയം അവരുടെ സൈന്യം നശിപ്പിക്കാനായി പർവ്വതേശ്വരന്റെ സൈന്യം വരികയും ആ യുദ്ധത്തിൽ സതിക്ക് മുഖത്ത് സാരമായി പൊള്ളലേൽക്കുകയും ചെയ്യുന്നുണ്ട്. യുദ്ധത്തിൽ ജയിക്കാൻ അവസാന മാർഗമെന്നോണം ശിവനും വാസുദേവനായിട്ടുള്ള ഗോപാലും കൂടി മെലുഹക്കാർ അറിയാതെ വായുപുത്രന്മാരെ കാണാനായി പരീക്ഷയിലേക്ക് പോകുന്നുണ്ട്. വായുപുത്രന്മാരുടെ കയ്യിലുള്ള ദേവാസ്ത്രങ്ങൾ കിട്ടിയാൽ ആ യുദ്ധത്തിൽ ജയിക്കാമെന്ന് ഗോപാൽ പറയുന്നുണ്ടെങ്കിലും ആ അസ്ത്രങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണെന്ന് രുദ്രഭഗവാന്റെ നിയമമുണ്ടെന്നും ഓർമ്മിപ്പിക്കുന്നു. ദേവാസ്ത്രങ്ങൾ കാണിച്ച് ദക്ഷനെ ഭയപ്പെടുത്താമെന്നാണ് ഗോപാൽ ശിവനോട് പറയുന്നത്. പരീക്ഷയിലെത്തുമ്പോഴാണ് വായുപുത്രന്മാരുടെ നേതാവായ മിത്രൻ ശിവന്റെ മറ്റൊരു അമ്മാവനാണെന്ന് മനസ്സിലാവുന്നത്. വായുപുത്രനായിരുന്ന മനോബു ശിവൻ നീലകണ്ഠനാകാൻ യോഗ്യനാണെന്ന് തീരുമാനിക്കുകയും ശിവന് നൽകാനുള്ള കുഴമ്പുണ്ടാക്കാൻ മിത്രനോട് സഹായം ചോദിക്കുകയും ചെയ്യുന്നു. മനോബു ഒരു വായുപുത്രനായിരുന്നെന്ന് ഇതിലൂടെ പറയുന്നുണ്ട്. പരീക്ഷയിൽ വെച്ച് ബൃഹസ്പതിയുടെ കാമുകിയായിട്ടുള്ള താരയെ ശിവൻ കാണുകയും ബൃഹസ്പതി മരിച്ചിട്ടില്ല എന്ന വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ശിവനെ നീലകണ്ഠനായി മിത്രൻ പ്രഖ്യാപിക്കുകയും സഹായിക്കാനായി ദേവാസ്ത്രങ്ങൾ കൊടുക്കാമെന്നും പറയുന്നുണ്ട്. പാശുപതാസ്ത്രവും കൊണ്ട് ശിവനും ഗോപാലും താരയും കൂടി തിരിച്ചു വരുന്നുണ്ട്. പർവ്വതേശ്വരൻ പഞ്ചവടി ആക്രമിക്കാൻ പോവുകയാണെന്ന് കാളിയെയും മറ്റുള്ളവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്നു. സൈന്യം പിരിഞ്ഞു പോകുന്ന സമയം നോക്കി അവരെ ആക്രമിക്കാമെന്ന് കരുതിയാണ് പർവ്വതേശ്വരൻ അങ്ങനെ ചെയ്യുന്നത്.
അതിൽ വിശ്വസിച്ച് കാളി ഗണേശനെയും 1,00,000 നാഗസൈനികന്മാരെയും കൊണ്ട് പഞ്ചവടിയിലേക്ക് പോകുന്നുണ്ട്. സതിയാണ് പർവ്വതീശ്വരൻ പഞ്ചവടിയിലേക്കുള്ള വഴി കണ്ടുപിടിക്കാൻ കാരണമായതെന്ന് പറഞ്ഞ് സതിയോട് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് കാളി അവിടെ നിന്ന് പുറപ്പെടുന്നത്. ഇതിനിടയിൽ സമാധാന ചർച്ചയ്ക്ക് വേണ്ടി ശിവനെ മെലുഹയിലേക്ക് വിളിച്ചു വരുത്തി കൊല്ലാനായി ദക്ഷനും സൈനിക നേതാവായിട്ടുള്ള വിദ്യുന്മാലിയും തീരുമാനിക്കുന്നു. ഇതിനായി ഈജിപ്തിൽ നിന്നും അറ്റേൻ എന്ന ഗോത്രത്തിലെ കൊലയാളികളെ മെലുഹയിലേക്ക് രഹസ്യമായി വിളിച്ചുകൊണ്ടുവരുന്നു. കനകഹാല എന്ന പ്രധാനമന്ത്രി ഇതറിയുകയും ഈയൊരു വിവരം പർവ്വതേശ്വരനെ അറിയിക്കാനായി ഒരു ദൂതയക്കുകയും ചെയ്യുന്നുണ്ട്. ശേഷം സ്വന്തം കൈമുറിച്ച് അവർ ആത്മഹത്യ ചെയ്യുന്നു. സമാധാന കരാറിനായുള്ള ക്ഷണം വരുമ്പോൾ മറ്റുള്ളവർ അതൊരു കെണിയായിരിക്കുമെന്ന് പറഞ്ഞെങ്കിലും മെലുഹ ഒരിക്കലും നിയമങ്ങൾ തെറ്റിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സതി പോകാനായിട്ട് തയ്യാറെടുക്കുന്നു. ശിവൻ തിരികെ വന്നിട്ടില്ലാത്തതുകൊണ്ട് സതി നന്ദിയെയും സൂര്യവംശികളായിട്ടുള്ള കുറച്ച് പടയാളികളെയും മാത്രം കൂട്ടിക്കൊണ്ട് മെലുഹയിലേക്ക് പുറപ്പെടുന്നുണ്ട്. മെലുഹയിൽ എത്തിയതിനു ശേഷം നന്ദിയെയും പടയാളികളെയും സമാധാന സമ്മേളനത്തിനുള്ള ശാലയിൽ നിർത്തുകയും സതിയെ ദക്ഷൻ കൊട്ടാരത്തിലേക്ക് ഭക്ഷണം കഴിക്കാനെന്ന വ്യാജേന വിളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ശിവൻ നന്ദിക്കൊപ്പം ഉണ്ടെന്നും കൊലയാളികളെ ഉപയോഗിച്ച് ആക്രമിക്കാമെന്നും ദക്ഷൻ കരുതുന്നുണ്ടായിരുന്നു. പന്തികേട് മനസ്സിലാക്കിയ സതി നന്ദിയെയും സൈനികരെയും രക്ഷിക്കാനായി അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുന്നു. സതിയെ പിന്തിരിപ്പിക്കാനായി സൈനികരെ അയക്കുന്നുണ്ടെങ്കിലും അവൾ അവരുടെ കയ്യിൽ നിന്നും വിദഗ്ധമായിട്ട് രക്ഷപ്പെടുന്നുണ്ട്. യുദ്ധത്തിൽ നന്ദിക്ക് 2 കൈകൾ നഷ്ടമാവുകയും സതിക്ക് ഒരു കണ്ണ് നഷ്ടമാവുകയും ചെയ്യുന്നുണ്ട്. വയറിലും ദേഹത്തും മാരകമായിട്ട് മുറിവേറ്റിട്ടും സതി അപ്പോഴും തളരാതെ പിടിച്ചു നിൽക്കുന്നു. എങ്കിലും ഒടുവിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നു. കൊലയാളികൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. സതി മെലുഹയിലേക്ക് പോയതറിഞ്ഞ ശിവൻ വളരെ ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. നന്ദിക്ക് പരിക്കേറ്റത് കാണുന്ന ശിവന് ദക്ഷനെ കൊല്ലണമെന്ന് തോന്നുകയും ഗോപാൽ സോമരസം മാത്രം നശിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് ശിവന്റെ ദേഷ്യത്തിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സതിയുടെ മൃതശരീരം കാണുന്ന ശിവൻ തകർന്നു പോവുകയും പാശുപതാസ്ത്രം ഉപയോഗിച്ച് സോമരസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേവഗിരി നശിപ്പിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. ഗോപാലും കാർത്തികേയനും ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിലും കാളിയും ഗണേശനും താരയും ഇതിന് പിന്തുണയ്ക്കുന്നുണ്ട്. ഒടുവിൽ ജനങ്ങളോട് നഗരം വിട്ട് രക്ഷപ്പെടാൻ പറഞ്ഞെങ്കിലും പലരും തങ്ങളും തെറ്റിന്റെ ഭാഗമായി എന്ന വിശ്വാസം കൊണ്ടും മെലുഹയോടുള്ള രാജഭക്തി കൊണ്ടും അവിടെ തന്നെ തുടരുന്നു. സോമരസത്തിന്റെ നിർമ്മാണ രഹസ്യം ഇല്ലാതാക്കാതിരിക്കാൻ കാർത്തികേയൻ അത് നിർമ്മിക്കുന്ന ബ്രാഹ്മണരെയും ഭൃഗുമഹർഷിയെയും ദേവഗിരിയിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പർവ്വതേശ്വരൻ, ആനന്ദമായി, വീരിണി തുടങ്ങിയവർ അവിടെ തന്നെ നിൽക്കാനായി തീരുമാനിക്കുന്നുണ്ട്. അവസാന നിമിഷങ്ങളിൽ ദക്ഷന് കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിലും ദേവഗിരിയോടൊപ്പം അയാളും ചാമ്പലാവുന്നുണ്ട്. ദേവാസ്ത്രത്തിന്റെ പ്രഭാവത്താൽ ശിവന്റെ കഴുത്തിലെ തണുപ്പും നെറ്റിയിലെ എരിച്ചിലും അവസാനിക്കുന്നുണ്ട്. പക്ഷെ നിയമം ലംഘിച്ചതിനാൽ ശിവനെ വായുപുത്രന്മാർ കുറച്ചു വർഷത്തേക്ക് നാട് കടത്തുന്നു. ശിവൻ പക്ഷേ തന്റെ അനുയായികളോടൊപ്പം കൈലാസത്തിൽ സ്ഥിരതാമസമാക്കുകയും ഒരു വൈരാഗിയായി ജീവിക്കുകയും ചെയ്തു. ഗണേശനും കാർത്തികേയനും ഭാരതത്തിലെ ജനങ്ങൾക്കു വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യുകയും അവരുടെ ആരാധനാമൂർത്തിയായി തീരുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് വർഷക്കാലം ജീവിച്ച ഗണേശൻ മഹാഭാരത യുദ്ധം കാണുകയും അതിൻ്റെ ആഘാതങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കൽ മഹാഭാരത യുദ്ധത്തെക്കുറിച്ചും തനിക്ക് ഏടുകളിൽ പകർത്താനാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുത്തുകാരൻ ഈ ഒരു കഥ അവസാനിപ്പിക്കുന്നത്. ഒരു മനുഷ്യന് എങ്ങനെ തൻ്റെ കർമ്മത്തിലൂടെ ഈശ്വരനായി മാറാമെന്നാണ് ഈ ഒരു കഥ പറയുന്നത്. സ്വന്തം ധർമ്മം കൊണ്ടും ധൈര്യം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ശിവൻ നീലകണ്ഠൻ അഥവാ മഹാദേവനായി തീർന്നതെങ്ങനെയെന്നും അദ്ദേഹത്തിൻ്റെ ആ പ്രയാസമേറിയ യാത്രയും അതിൻ്റെ അന്ത്യവും 3 പുസ്തകങ്ങളിലായി അമീഷ് ത്രിപാഠി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള കഥകളും മറ്റുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും.